FCRA ബിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള കേന്ദ്ര നീക്കമെന്ന ഹൈബി ഈഡൻ MP. സഭാ നേതൃത്വം ഇതിൽ ശക്തമായി പ്രതികരിക്കണം. പിതാക്കന്മാർ പ്രധാനമന്ത്രിയുടെ മുഖത്തു നോക്കി ചോദിക്കണം. വിഷയം കോൺഗ്രസ് പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും ഹൈബി ഈഡൻ റിപ്പോർട്ടർ ഇലക്ഷൻ എക്സ്പ്രസിൽ പറഞ്ഞു. ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ വേട്ടയാടുന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ് ഇന്ത്യയിലെ BJP, സംഘപരിവാർ, RSS ശക്തികൾ. അവരവരുടെ തനിനിറം കാണിച്ചു. എല്ലാ ക്രിസ്മസിനും എല്ലാ പിതാക്കന്മാരെയും വിളിച്ച് അത്താഴം കൊടുക്കുന്ന പിതാക്കന്മാരും ചോദിക്കണം, മോദിയുടെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ധൈര്യം കാണിക്കണം. ഞങ്ങൾ കോൺഗ്രസ് ഇത് ശക്തമായി ഈ വിഷയത്തെ പാർലമെന്റിൽ ഉന്നയിക്കും, ഈ വിഷയത്തെ എതിർക്കും. ഞങ്ങളാൽ കഴിയുന്ന എല്ലാ രീതിയിലും പാർലമെന്റിന്റെ അകത്തും പുറത്തും ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോകും. സജോ ദേവസിയാണ് ചേരുന്നത്. സജോ, FCRA നിയമ ഭേദഗതി വലിയ ചർച്ചയാകുമ്പോൾ എന്താണ് ഹൈബി ഈഡൻ MPയുടെ പ്രതികരണം? അഭിനീത കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് പാർലമെന്റ് അംഗം ഹൈബി ഈഡൻ ഒരു പ്രധാനപ്പെട്ട വിമർശനം ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. അതായത് FCRA നിയമ ഭേദഗതി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള നീക്കമാണ്. അതിനും അപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം അതീവ കൗതുകമുള്ളതാണ് എന്നതാണ്. അതായത് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുണ്ട്. അതായത് സംസ്ഥാനത്തെ BJP സഭാ നേതൃത്വവുമായൊക്കെ അടുക്കാൻ സജീവ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് ഘട്ടമാണ്. ആ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ സഭാ നേതൃത്വം പ്രതികരിക്കണം, ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുടെ മുഖത്തു നോക്കി ഇക്കാര്യം ചോദിക്കണം എന്ന് കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളൊരു നേതാവ് ചോദിക്കുന്നു. അത് സഭാ നേതൃത്വത്തോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗം ചോദിക്കുന്നു എന്ന സവിശേഷത കൂടി അതിനകത്തുണ്ട്. അത് കൂടാതെ അദ്ദേഹം പറയുന്നത് ക്രിസംഗികൾ കൂടി ഇതിൽ മറുപടി പറയണം. കോൺഗ്രസ് ഈ വിഷയത്തിൽ പാർലമെന്റിൽ ഉന്നയിക്കും, കടുത്ത പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ടുവരും. ഇതൊരു ക്രൈസ്തവ വേട്ടയാണ്, ഒരു ന്യൂനപക്ഷ വേട്ടയാണ് എന്ന കടുത്ത വിമർശനവും ഹൈബി ഈഡൻ ഉന്നയിക്കുന്നുണ്ട്. ശരി, സജോ ദേവസിയാണ് വിശദാംശങ്ങൾ.